കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ട് പ്രഖ്യാപിച്ച ഒന്നാണ് ഈ ഗ്യാരണ്ടി, ഇന്ദിരാ ഗ്യാരണ്ടി. പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ ഗ്യാരണ്ടിയുടെ ഒരു നേട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസെഷൻ കൃത്യമായിട്ട് വക്കീൽ കൂടിയായിട്ടുള്ള വി ഡി സതീശൻ മുതലെടുത്തിട്ടുണ്ട് എന്നുകൊണ്ട് നമ്മൾ കരുതാനായിട്ട്. KSRTCയിലെ സൗജന്യ യാത്ര പ്രഖ്യാപിച്ച അന്ന് തന്നെ നമ്മൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പദ്ധതി നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു കണ്ടീഷൻസുകൾ വെക്കാതെ ഇത് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും കണ്ടീഷൻസ് വരും. ആ കണ്ടീഷൻസ് ഒരുപക്ഷെ കിലോമീറ്ററുകളായിരിക്കാം. എന്നാൽ ഇപ്പോൾ അത് അതേ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമായിട്ട് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ അതിന് എത്ര 1000 കോടി രൂപ പ്രീമിയം അടയ്ക്കേണ്ടി വരും? ഞാനൊന്ന് ചോദിച്ചു കൊണ്ടിട്ടുന്ന ഈ ബാങ്കുകൾക്ക് ഈ 5 ലക്ഷം രൂപയുടെ പലിശ സബ്സിഡി ആയിട്ട് ഗവൺമെൻറ് കൊടുക്കേണ്ടി വരില്ലേ? അത് ഗവൺമെന്റിന്റെ മുകളിൽ എത്ര വലിയൊരു സാമ്പത്തിക ഭാരമായിരിക്കും അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പോകുന്നത്. നമസ്കാരം. ഗ്യാരണ്ടി എന്ന വാക്കാണല്ലോ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഹോട്ട് ടോപ്പിക്. UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടികളിലെ ആദ്യ ഗ്യാരണ്ടി ഒരു 2-3 ദിവസത്തിനപ്പുറം നടപ്പാക്കപ്പെടും എന്ന് പറയുന്നു. പിന്നെ അതിനെക്കുറിച്ച് അധികം ചർച്ചകളൊന്നും വന്നിട്ടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഗ്യാരണ്ടി, കോൺഗ്രസിന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ വാറണ്ടി തീരാറായോ ഏകദേശം? കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ട് പ്രഖ്യാപിച്ച ഒന്നാണ് ഈ ഗ്യാരണ്ടി, ഇന്ദിരാ ഗ്യാരണ്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാരണ്ടിയും വാറണ്ടിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കാൽ പറയുന്ന ഒരു അഷ്വറൻസ് മാത്രമാണ്. വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മാറ്റിക്കൊടുക്കാം എന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണ്, ലീഗൽ കമ്മിറ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇവിടെ കോൺഗ്രസ് നൽകിയിരിക്കുന്നത് ഗ്യാരണ്ടി മാത്രമാണ്. അത് വാക്കാലുള്ള പറച്ചിൽ മാത്രമാണ്. അത് ഒരു ലീഗൽ വാലിഡിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ ഗ്യാരണ്ടിയുടെ ഒരു നേട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസെഷൻ കൃത്യമായിട്ട് വക്കീൽ കൂടിയായിട്ടുള്ള വി ഡി സതീശൻ മുതലെടുത്തിട്ടുണ്ട് എന്നുകൊണ്ട് നമ്മൾ കരുതാനായിട്ട്. അതുകൊണ്ട് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന KSRTCയിലെ യാത്ര നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ പറഞ്ഞ അതേ രീതിയിൽ പൂർണ്ണ രൂപത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതായത് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ അന്ന് പറഞ്ഞിരുന്ന കാര്യം എന്താണ്? തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്ന കാര്യം എന്താണ്? നിങ്ങൾക്ക് ഇനി ബസ്സിൽ കയറി പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനത്തിന് പോകാം, വിനോദയാത്രയ്ക്ക് പോകാം, ഇനി സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണ്. അതായത് ആളുകൾ നോക്കുന്ന സമയത്ത് എന്താണ്, അവർക്ക് വിനോദയാത്ര പോകണമെങ്കിൽ അതായത് എറണാകുളത്ത് നിന്ന് മൂന്നാറിനുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കയറി അവർക്ക് ട്രിപ്പ് പോകാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് മൂന്നാറിനുള്ള ലിമിറ്റഡ് സ്റ്റോപ്പിൽ കയറി പോകാൻ പറ്റും. അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് ശബരിമലയ്ക്കുള്ള ബസ്സിൽ കയറി പോകാൻ പറ്റും. അല്ലെങ്കിൽ കോഴിക്കോട് നിന്നുള്ളവർക്ക് കോട്ടയത്തേക്ക് പോരാൻ പറ്റും എന്നൊക്കെയാണ് ആളുകൾ കരുതിയിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ സംഭവിച്ചത്, നമ്മൾ ഈ KSRTCയിലെ സൗജന്യ യാത്ര പ്രഖ്യാപിച്ച അന്ന് തന്നെ നമ്മൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പദ്ധതി നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു കണ്ടീഷൻസുകൾ വെക്കാതെ ഇത് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും കണ്ടീഷൻസ് വരും. ആ കണ്ടീഷൻസ് ഒരുപക്ഷെ കിലോമീറ്ററുകളായിരിക്കാം. എന്നാൽ ഇപ്പോൾ അത് അതേ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കിലോമീറ്ററുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഓർഡിനറി ബസ്സുകൾക്ക് സഞ്ചരിക്കാവുന്ന ഒരു നിശ്ചിത കിലോമീറ്റർ ഉണ്ട്. കാരണം ഒരു കാരണവശാലും തിരുവനന്തപുരത്തുനിന്ന് എറണാകുളത്തേക്ക് ഓർഡിനറി ബസ് സർവീസ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് ഓർഡിനറി ബസ് ആക്കുന്നതിലൂടെ നിശ്ചിതമായിട്ടുള്ളൊരു കിലോമീറ്റർ മാത്രമാണ് ഈ സൗജന്യ യാത്ര എന്നുള്ള കാര്യം മലയാളിക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഇത് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ സൗജന്യങ്ങളുടെ പുറകെ പോയ കേരളത്തിലെ വോട്ടർമാർക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു തിരിച്ചടിയാണ് KSRTC ഓർഡിനറി ബസ്സിലെ സൗജന്യ യാത്ര എന്നുള്ളത്. ഇപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KSRTCയിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് ഒറ്റയടിക്ക് ഞങ്ങൾ പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന്. ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് കൃത്യമായ ധാരണയോടുകൂടി ഒരു പദ്ധതി ജനങ്ങൾക്ക് മുമ്പിൽ വാഗ്ദാനമായിട്ട് പറയുന്ന സമയത്ത് ഇവർക്കറിയില്ലായിരുന്നോ? ഇവർക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നല്ലോ. അതിനുശേഷവും അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞു UDF എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എതിർക്കാൻ വേണ്ടി സാധിക്കുമോ? സാധിക്കത്തില്ലല്ലോ. ഇനി ഇന്നത് പറയുന്ന മറ്റ് ഗ്യാരണ്ടികൾ എന്തൊക്കെയാണോ? മറ്റ് ഗ്യാരണ്ടികൾ എന്ന് പറയുന്നത് അതിൽ ഒന്ന് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ തെറി വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഗ്യാരണ്ടി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ചത് എന്നാണ് നമുക്കറിയാൻ പാടില്ലാത്തത്. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഈ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമായിട്ട് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ അതിന് എത്ര 1000 കോടി രൂപ പ്രീമിയം അടയ്ക്കേണ്ടി വരും?
എത്ര 1000 കോടി രൂപ പ്രീമിയം അടയ്ക്കേണ്ടി വരും? ഇനി അത് പ്രീമിയം അടച്ചു എന്ന് കരുതിക്കൂ. അങ്ങനെ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ തന്നെയും ഈ ഇൻഷുറൻസ് ആളുകൾക്ക് പ്രയോജനകരമാകും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രികളുടെ അവസ്ഥ എന്താവും? സൗജന്യ സേവനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികൾ എന്ന് പറയുന്നത്. ആ ഗവൺമെൻറ് ആശുപത്രികളുടെ അവസ്ഥ വളരെ പരിതാപകരമാവുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും. കൂടാതെ തന്നെ ഗവൺമെൻറ് ആശുപത്രികളിലേക്ക് ആരെത്തി നോക്കും? സ്വകാര്യ ആശുപത്രികൾ പതുക്കെ പതുക്കെ ഈ ഗവൺമെൻറ് ആശുപത്രികളെ ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരും. കാരണം അവർ നൽകുന്നതും ഇവിടെ ലഭിക്കുന്നതും ഒക്കെ സൗജന്യമാണ്. അപ്പം അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും സർക്കാർ ഒരു തീരുമാനമെടുക്കും. മെഡിക്കൽ കോളേജുകളെ സ്വകാര്യവൽക്കരിക്കുന്നില്ല, പക്ഷേ അവിടുത്തെ പ്രവർത്തനങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ട് സ്വകാര്യ ആശുപത്രികൾക്ക് അവസരം നൽകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ വരുന്ന രോഗികൾ കൂടി ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇത് വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് സംസ്ഥാനത്തിന് മുമ്പിലേക്ക്, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധം കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇതുകൂടാതെ പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വെച്ചിട്ട്, അത് വർഷമാണോ മാസമാണോ എന്ന് പറഞ്ഞിട്ടില്ല, എനിക്കത് മാസത്തിലത് ആണ് കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് വ്യക്തത വരുത്തിയിട്ടില്ല. 1000 രൂപ വിദ്യാർത്ഥിനികൾക്ക് നൽകുമെന്ന്. ഇത് വിദ്യാർത്ഥിനികളെയും സ്ത്രീകളെയും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇന്ന് മെൻസ് അസോസിയേഷൻ, കുറേ വട്ടന്മാരുടെ സംഘടനയാണത്, നമ്മുടെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വട്ടനൊക്കെ എൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ ഈ പറഞ്ഞ സ്ത്രീകൾക്ക് മാത്രമായിട്ട് നൽകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മെൻസ് അസോസിയേഷനൊക്കെ സമരത്തിനിറങ്ങാൻ വേണ്ടി പോവുകയാണ്. കാരണം സ്ത്രീകൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവരുടെ പൊട്ട ആശയങ്ങളൊക്കെ ആയിട്ടാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ അവർക്കൊപ്പം ആള് നിൽക്കും, ചില നിലപാടുകളിൽ. കാരണം എന്താ വെച്ചാൽ ചില സ്ത്രീകൾ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ ഈ പരാതികളുമായിട്ട് പോകുന്നിടത്ത്, പോക്സോ സ്ത്രീ പീഡന പരാതികളൊക്കെ ആയിട്ട് പോകുന്നിടത്ത് അവർ എടുക്കുന്ന ചില നിലപാടുകളിൽ ശരിയുണ്ട് എന്നും കൂടെ നമ്മൾ പറയേണ്ടി വരും. ഇതുകൂടാതെ തന്നെ പിന്നീട് പറയുന്നതാണ് 5 ലക്ഷം രൂപ വരെ സ്റ്റാർട്ടപ്പുകൾക്കായിട്ട് പലിശരഹിത ലോൺ. ഞാനൊന്ന് ചോദിച്ചു കൊണ്ടിട്ടുന്ന ഈ ബാങ്കുകൾക്ക് ഈ 5 ലക്ഷം രൂപയുടെ പലിശ സബ്സിഡി ആയിട്ട് ഗവൺമെൻറ് കൊടുക്കേണ്ടി വരില്ലേ? അത് ഗവൺമെൻറ്റിൻ്റെ മുകളിൽ എത്ര വലിയൊരു സാമ്പത്തിക ഭാരമായിരിക്കും അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അത് കൂടാതെ തന്നെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാങ്കുകൾ അൺസെക്യൂർഡ് ആയിട്ട് 5 ലക്ഷം രൂപ ഇവർക്ക് ലോൺ കൊടുക്കുമോ? പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് ലോൺ കൊടുക്കുമോ? കാരണം വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ട് അതിൻ്റെ തിരിച്ചടവ് മുടങ്ങി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അവൻ്റെ സിബിൽ സ്കോറിൻ്റെ അവസ്ഥ എന്തായിരിക്കും? സിബിൽ സ്കോർ വളരെ താഴെ പോയിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് സർക്കാർ ഈ ഗ്യാരണ്ടികൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ചത്. ഗവൺമെൻറ് എന്ന് പറയാൻ സാധിക്കത്തില്ല, UDF ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചത്. ജനങ്ങൾ അതിൽ വിശ്വസിച്ചു. കാരണം ഒരു ഗ്യാരണ്ടി അല്ല പറയുന്നത്. എല്ലാവരും ഞാൻ ഗ്യാരണ്ടി, നമ്മൾ വീട്ടിലൊക്കെ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് ഞാൻ ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഗ്യാരണ്ടി ഒരു ലീഗലായിട്ടുള്ള ഒരു നിലനിൽക്കുന്ന ഒരു സാധനമല്ല എന്ന് മലയാളിക്ക് ഇപ്പോഴായിരിക്കും ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവുക. വാറണ്ടി ആയിരുന്നു UDF പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ അതിന് ചില ലീഗൽ കൺസെഷൻസ് കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ഒരു വാലിഡേഷനും ഇല്ലാതെ, ഒരു വാറണ്ടി ഇല്ലാത്തൊരു ഗ്യാരണ്ടി UDF ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ഗ്യാരണ്ടി തന്നെയാണ് ഈ സർക്കാരിനെ വലിയ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വാറണ്ടി ഇല്ലാത്ത ഗ്യാരണ്ടി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് UDF നിൽക്കരുത്. UDF മാത്രമല്ല, ഇനി LDF ആണെങ്കിലും ശരിയാണ്, NDA ആണെങ്കിലും ശരിയാണ്, ഇങ്ങനത്തെ ഗ്യാരണ്ടികളുമായിട്ട് കേരളത്തിലേക്ക് വരരുത് എന്നുള്ളൊരു ചെറിയ അഭ്യർത്ഥന മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്.